പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മഹാത്മാവിന്റെ വാക്കുകളാണ്. എന്താ പറഞ്ഞത്? ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് നൽകും. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരു നേതാവ് പറഞ്ഞതാണ്. ആരാണിത് പറഞ്ഞത്? കിട്ടിയതല്ലേ വലിയ കാര്യം. അവിടെ പങ്കെടുക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ റിപ്പബ്ലിക് സദസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ലൈബ്രറികളും. ഇപ്പം നമ്മുടെ സർഗ ഗ്രന്ഥാലയത്തിലും ഇന്ന് റിപ്പബ്ലിക് ഡേ ക്വിസ് നടത്തിയിരുന്നു. നമ്മുടെ ദേവദാസ് സാറാണ് ക്വിസ് മാസ്റ്റർ ആയിട്ടുള്ളത്. ഒഴുക്കൻമൂല, ചെറുകര, വെള്ളമുണ്ട് എന്നീ ഭാഗങ്ങളിൽ നിന്ന് കുറേ ചേച്ചിമാരും ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ വന്ന് ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ലേറ്റായിട്ട് വന്നതുകൊണ്ട് നമുക്ക് ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. 26 വിദ്യാർത്ഥികളാണ് ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തത്. 20 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ചരിത്രത്തിനെ കുറിച്ചാണ് ചോദിച്ചത്. പിന്നെ രാജ്യത്തെക്കുറിച്ചും ഭരണഘടനയെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതിക മേഡാണ് ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ദേവദാസ് സാറ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഒരേ ഒരു ചേച്ചി മാത്രമാണ് ഫസ്റ്റ് നേടിയത്. 20 മാർക്ക് നേടി ഫസ്റ്റ് നേടിയിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് പ്രൈസ് ആയിരുന്നു കിട്ടിയത്. എന്നിട്ട് അത് സർഗയിൽ തന്നെ ദാനമായി കൊടുക്കുകയും ചെയ്തു. കുറേ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ലൈബ്രറീൻ്റെ പ്രസിഡന്റുമാരൊക്കെ ഉണ്ടായിരുന്നു. ലൈബ്രറി കൗൺസിലിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിലിലും ജില്ലാ ലൈബ്രറി കൗൺസിലും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. ഇതിൻ്റെയൊക്കെ പ്രതിനിധികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജോയ് ചേട്ടനാണ് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞത്. വെള്ളമുണ്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതിക മേഡാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈ പരിപാടിക്ക് പപ്പേനെയും ഈ അർച്ചന ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചീനെയും ആദരിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി ഒപ്പനയിൽ മണവാട്ടിയായിരുന്നു. സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് കിട്ടിയതുകൊണ്ടാണ് ഈ ചേച്ചീനെ നമ്മൾ ആദരിച്ചത്. ക്വിസ് മത്സരത്തിൽ വിജയിച്ച എല്ലാവർക്കും സമ്മാനം കൊടുക്കുകയാണ്. 3 പേരുണ്ടായിരുന്നു. ഫസ്റ്റ് കിട്ടിയ ചേച്ചി ക്യാഷ് പ്രൈസ് സർഗയ്ക്ക് തന്നെ കൊടുത്തു. പിന്നെ പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന എല്ലാ വിശിഷ്ട അതിഥികളുമാണ് ഇവർക്കൊക്കെ സമ്മാനം കൊടുത്തത്. നിങ്ങളുടെ ലൈബ്രറികളിൽ മത്സരം നടന്നിട്ടുണ്ടോ? ഇതേപോലെ നടന്നിട്ടുണ്ടെങ്കിൽ കൂടണം. പിന്നെ കല്ലോടിയിൽ നിന്ന് ഒരു കൊച്ചു വന്നിട്ടുണ്ട് ഈ ക്വിസ് മത്സരം കൂടാനായിട്ട് മാത്രം. കൃഷ്ണ എന്നാണ് അവൻ്റെ പേര്. ചേച്ചിക്കാണ് ഒന്നാം സമ്മാനം കിട്ടിയത്. ഈ ചേച്ചിക്കാണ് 3ാം സമ്മാനം കിട്ടിയത്. ഈ ചേച്ചിക്കാണ് 1ാം സ്ഥാനം കിട്ടിയത്. ക്യാഷ് പ്രൈസ് മേടിക്കുകയാണ്. ഇവരൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ അനുഭവിക്കുന്നത്.